1992 ജൂൺ. ഓട്ടത്തിൽ പിറകെ ഓടിയ ആമയ്ക്കും വന്നു ഒരു ഇൻ്റർവ്യൂ കാർഡ്. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മലയാള മനോരമ കമ്പനിയിൽ നിന്നുള്ള ടെസ്റ്റിനുള്ള ക്ഷണത്തിൻ്റെ അറിയിപ്പായിരുന്നു. കൃത്യം ഒരു വർഷം മുൻപ് അയച്ച അപേക്ഷയെ പരിഗണിച്ചുള്ള ക്ഷണം. അതനുസരിച്ച് നാട്ടിൽ നിന്ന് കോട്ടയത്തേക്ക് വണ്ടി കയറുന്നു. കോട്ടയത്ത് ആ മഹാപ്രസ്ഥാനത്തിൻ്റെ വാതിലുകൾ കടന്ന് മനോരമാങ്കണത്തിൽ ടെസ്റ്റിന് ക്ഷണിക്കപ്പെട്ട കുട്ടികൾക്കൊപ്പം ഞാനും ഫ്രണ്ട് ഓഫീസിലെ കോൺഫറൻസ് ഓഫീസിന് സമീപം ഇരുന്നു. അവിടെ കൂടിയ മറ്റു 14 പേരും അസാധാരണമായിട്ടുള്ള വസ്ത്രധാരണമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടോ എക്സിക്യൂട്ടീവ് രീതിയിൽ ഡ്രസ്സ് ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്നെയായിരുന്നു. ഞാനൊഴികെ ബാക്കി എല്ലാവരും പരസ്പരം സംസാരിക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. ഞാൻ മാത്രം ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നി. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, ഞാൻ എന്തോ കമ്പ്യൂട്ടർ എഞ്ചിനീയർ മറ്റോ ആണെന്ന് കരുതി അവർ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നതായിരുന്നു. എന്തായാലും ടെസ്റ്റിനായി മുകളിൽ ചെന്നപ്പോൾ മലയാള മനോരമയുടെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ചീഫ് ഫോട്ടോഗ്രാഫർ MK വർഗീസ് സാർ എന്ന മഹാനായ ഫോട്ടോ ജേർണലിസ്റ്റ്, പിന്നെ വിക്ടർ ജോർജ് എന്ന പ്രശസ്തനായ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ചിത്രങ്ങൾ കൊണ്ട് കേരളക്കരയെ കീഴടക്കിയിരുന്ന വിക്ടർ ജോർജ്, ഈ 2 പേരുമായിരുന്നു ടെസ്റ്റിന് നമുക്ക് വേണ്ട നിർദ്ദേശം നൽകിയ 2 പേർ. ഫിലിം 2 റോൾ കയ്യിൽ തന്ന കോട്ടയത്ത് നഗരത്തിൽ എവിടെയും പോയി 2 മണിക്കൂർ കൊണ്ട് 4 കാറ്റഗറി ചിത്രം എടുത്തു വരാനാണ് ആവശ്യപ്പെട്ടത്. 1 ഒരു ന്യൂസ് പിക്ചർ, 2 ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് ചിത്രം, 3 ഒരു പോർട്രേറ്റ്, 4 ഒരു കാൻഡിഡ് പിക്ചർ. ഇത് ഇത്രയും എടുത്ത് തിരിച്ചെത്തി അവിടെ തന്നെ സജ്ജമാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലാബിൽ പ്രോസസ്സ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ബോർഡിന് മുൻപ് എത്തിക്കണം. അതായിരുന്നു വ്യവസ്ഥ. അതനുസരിച്ച് ഫിലിം വാങ്ങിച്ചു. ഷോപ്പിൽ നിന്ന് റിപ്പയറിങ് കഴിഞ്ഞ് വാങ്ങി നേരെ കോട്ടയത്തെത്തിയ ഞാൻ ഫിലിം ക്യാമറയിൽ ലോഡ് ചെയ്തു. പലരും പല വഴിക്ക് പോയി. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, തിരുനക്കര, കോട്ടയം ബോട്ട് ജെട്ടിയിൽ പോയി ക്യാമറ ഞാൻ എൻ്റെ ഫ്രെയിമുകൾ നോക്കി വെച്ച് ക്ലിക്ക് ചെയ്തു. ഒരു നിമിഷം എൻ്റെ വിരലുകൾ അങ്ങനെ തന്നെ നിന്നു, ക്ലിക്കാകുന്നില്ല. പലവരി ഞാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ ക്യാമറ നിശ്ചലമായിരുന്നു. അല്പം സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, റിപ്പയറിങ് കഴിഞ്ഞ എൻ്റെ ക്യാമറ ഇപ്പോഴും പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് എൻ്റെ മനോരമ
ടെസ്റ്റിന് തന്നെ കൂമ്പടയുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അന്ന് കണ്ണിൽ നിന്ന് ഒഴുകിയത് കണ്ണീരല്ലായിരുന്നു, ചോരയായിരുന്നു. മറ്റൊന്നും ഇനി ആലോചിക്കാനില്ലാതെ തികച്ചും നമ്മുടെ തന്നെ വീഴ്ച സ്വമേധയാ അംഗീകരിച്ച് തിരിച്ച് ഓഫീസിലെത്തി. പറഞ്ഞയച്ചിട്ട് 15 മിനിറ്റിൽ കൂടുതൽ കഴിഞ്ഞില്ല. വിക്ടറിന് മുന്നിൽ എത്തിപ്പെട്ട വിക്ടർ ഒരു കുസൃതി ചിരിയോടെ എൻ്റെ അടുത്ത് ചോദിച്ചു, മിടുക്കനാണല്ലോ, അരമണിക്കൂറിനുള്ളിൽ ഫോട്ടോ എടുത്ത് തിരിച്ചെത്തിയല്ലോ, ഗുഡ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ മാത്രയിൽ ഞാൻ എൻ്റെ ക്യാമറ മേശപ്പുറത്ത് വെച്ചതേ എനിക്ക് ഓർമ്മയുണ്ടായുള്ളൂ. കണ്ണുകൾ ധാരധാരയായി ഒഴുകി. വിക്ടർ സീറ്റിൽ നിന്ന് എണീറ്റ് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഒരു ഫോട്ടോഗ്രാഫർ ഇത്രയും സെൻസിറ്റീവ് ആകരുത്. യു മസ്റ്റ് ബി എ ബോൾഡ്. ആദ്യത്തെ പാഠം അതാണ്. കരയാതിരിക്കൂ. ഓൾറെഡി ഹാപ്പൻഡ്. സംഭവിച്ചത് സംഭവിച്ചു. സങ്കടപ്പെടേണ്ട കാര്യമില്ല. തുടർന്ന് വിക്ടറിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, റിലാക്സ്ഡ്. അവിടെ ഇരിക്കാൻ പറഞ്ഞു. നിശബ്ദത. വിക്ടർ അവിടെ നിന്നും അകത്തു പോയി തിരിച്ചെത്തിയത് കയ്യിലൊരു ക്യാമറയുമായിട്ടാണ്. നിക്കോൺ FM2 എന്ന മാനുവൽ ക്യാമറ. നിക്കോൺ ശ്രേണിയിലെ ആഠ്യത്വമുള്ള ലെജൻഡായിട്ടുള്ള മാനുവൽ ക്യാമറ നിക്കോൺ FM2. വിക്ടർ അകത്ത് തൻ്റെ ബാഗിൽ നിന്ന് എക്സ്ട്രാ കരുതിയ ക്യാമറ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മടിക്കണ്ട, പോയിക്കോളൂ. പോയിട്ട് എന്താണോ അസൈൻ ചെയ്ത് കഴിഞ്ഞ് വന്നാൽ മതി. 2 മണിക്കൂർ സമയം നോക്കണ്ട, സമയം കൂടുതലെടുത്ത് ധൈര്യമായിട്ട് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് വിക്ടർ എന്നെ പുറത്തു തട്ടി യാത്രയാക്കി. ഇത് അന്നും ഇന്നും എന്നും ഇന്നലെ കഴിഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുന്നു. അന്നത്തെ വിക്ടർ ഇന്ന് ഓർമ്മയായി. ആ സംഭവത്തിന് ശേഷം ഞാൻ മലയാള മനോരമയുടെ കുടുംബാംഗമായി. ഞാൻ ഇന്ന് 35 വർഷം മനോരമയിൽ പിന്നിട്ടു. ഈ 35 വർഷം എന്നെ ഞാനായ ആ സംഭവത്തിനെ ഒരു എന്താണ് പറയുക, ചില വിപ്ലവങ്ങൾ അങ്ങനെയാണല്ലോ, അതുപോലെയാണ് ഇത്. എൻ്റെ ജീവിതത്തിലെ ഒരു വിപ്ലവമാണ്. ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് വിക്ടർ ജോർജ് എന്ന പേരിൽ തന്നെ മഹാനായ വിക്ടറാണ്. ആ പേര് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയാണവും ഇന്നും കേരളത്തിൻ്റെ മനസ്സിൽ, ഇന്ത്യയുടെ മനസ്സിൽ വിക്ടർ എന്നുള്ള ആ നാമം ജ്വലിച്ചു നിൽക്കുന്നു. അതിനുശേഷം ഞാൻ മലയാള മനോരമയിൽ വിക്ടർ ജോർജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാക്കാൻ ഒരിക്കലും വിക്ടർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തുടർന്ന് മനോരമയിലെ ട്രെയിനിങ് പീരീഡിൽ മുഴുവൻ വിക്ടർ എൻ്റെ പ്രിയപ്പെട്ട
ആരൊക്കെയായിരുന്നു. വിക്ടർ ബുക്കിൻ്റെ പണിപ്പുരയിൽ ആകുമ്പോൾ ഒക്കെ തന്നെ വിക്ടർ ഞാൻ ട്രെയിനിങ് പീരീഡിൻ്റെ ഭാഗമായി കോഴിക്കോടും കൊച്ചിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ആ വഴി കടന്നു പോകുമ്പോൾ വിക്ടർ നിശബ്ദനായിരുന്നു. അധികം സംസാരിക്കില്ല. വളരെ കുറച്ച് പേരോട് മാത്രമേ മിങ്കിൾ ചെയ്യാറുള്ളൂ. മിങ്കിൾ ചെയ്യുന്നവർ വളരെ പ്രിയപ്പെട്ടവരുമാകുമായിരുന്നു. വിക്ടർ എവിടെ വന്നാലും 3-4 ഷർട്ടുകൾ വാങ്ങുമായിരുന്നു. ഞാനിതൊക്കെ പറഞ്ഞത് വിക്ടർ എപ്പോൾ എൻ്റെ സമീപത്ത് വന്നാലും പറയാറുണ്ടായിരുന്ന കുറേ കാര്യങ്ങളിൽ ഒന്ന്, 1999 തിരുനെല്ലിയിൽ നിന്ന് ഒരു മഴക്കാലത്ത് ഞാനെടുത്തൊരു ചിത്രം 2000 പുതുവർഷ ചിത്രമായി കേരളം മുഴുവൻ അടിച്ചു വന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശത്തെ 100 കണക്കിന് പടികൾ മഴക്കാലത്ത് മഴ പെയ്ത് പച്ചപ്പൂപ്പൽ കൊണ്ട് മനോഹരമായ ആ ദൃശ്യം പ്രഭാതകിരണങ്ങൾ വെട്ടിത്തിളങ്ങുമ്പോൾ 60 വയസ്സുള്ള ഒരു പൂജാരി ഈ സ്റ്റെപ്പുകൾ കയറിപ്പോകുന്ന അതിമനോഹരമായ ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രം, ആ സ്റ്റെപ്പുകൾ പോലും 60 സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് ആ അർദ്ധനഗ്നനായ ഒരു മുണ്ടും പൂണൂലുമിട്ട അദ്ദേഹം കയറിപ്പോകുന്ന ആ ചിത്രം ചിത്രീകരിച്ചിരുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും നല്ലൊരു പടമായിട്ട് എനിക്ക് തന്നെ തോന്നിയതാണ്. അപ്പോൾ ഈ പടത്തെക്കുറിച്ചായിരുന്നു വിക്ടറിനെ എപ്പോഴും പറയാറുണ്ടായിരുന്നത്. വിക്ടർ പുസ്തകത്തിൻ്റെ പഠിപ്പുരയിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറയും, എൻ്റെ ബുക്കിൻ്റെ അവസാന താളിൽ അങ്ങ് അനന്തവിഹായസിലേക്ക് നടന്നു പോകുന്ന എൻ്റെ പടം ഈ സ്റ്റെപ്പിൽ വെച്ച് നമുക്ക് പകർത്തണം. വിക്ടറിൻ്റെ മഴ പുസ്തകത്തിൻ്റെ അവസാന പേജിലേക്ക് മാറ്റിവെച്ച ഒരു ലൊക്കേഷനായിരുന്നു അത്. ഒരു പക്ഷേ വെണ്ണിയാൽ മലയിൽ വിക്ടർ ജോർജിന് ഉരുൾപൊട്ടൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ ആ മഴക്കാലത്ത് തന്നെയാണ്, അന്ന് ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്യവെയാണ് ഇപ്പോഴും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത അത് നടന്നത്. അത്രയേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ മഴ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ വിക്ടർ അനന്ത വിഹായസിലേക്ക് പോകുന്ന പടം തന്നെയാകുമായിരുന്നു. പിന്നീട് ഞാൻ ഓരോ ദിവസവും നമ്മൾ മരിക്കുമ്പോഴാണ് പലപ്പോഴും ഓർമ്മിക്കാറ്, മരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സ്നേഹിക്കാറ്, പലപ്പോഴും മരിക്കുമ്പോഴാണ് നമ്മൾ നല്ലവരാകാറുള്ളത്. പക്ഷേ എൻ്റെയും വിക്ടറിൻ്റെയും ജീവിതത്തിൽ അത് മരിച്ചത് കൊണ്ടല്ല, ഒരു നല്ല ഇക്വേഷൻ ആയി ജീവിക്കുന്നു.